ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വീണ്ടും ഒരു ലഞ്ച് വീഡിയോ ആണ്. അധികം കറികളൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റൈസ് ആണ് കേട്ടോ. കഴിക്കാൻ പറ്റുന്ന പപ്പടവും സാലഡും ഒക്കെ മാത്രം മതി. അപ്പോൾ മോന് സ്കൂളിൽ കൊടുത്തുവിടണം, പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചും അത് കണക്കാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട ചോറ് ഞാൻ ഇന്നലെ തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്ത് നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഒരല്പം എണ്ണയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മൾ കഴുകി വെച്ച അരിയിട്ട് അധികം വെന്ത് പോവാതെ കറക്റ്റ് ഒരു പാകത്തിന് കണ്ടോ ഈ രീതിയിൽ ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുത്തു. തണുത്ത് കഴിഞ്ഞപ്പം ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ പറ്റും. ഇളക്കുന്ന സമയത്ത് കുഴഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കണം. അപ്പം ഞാൻ ഈ എഗ് റൈസിൽ ക്യാരറ്റും ക്യാപ്സിക്കവും ആണ് വെജിറ്റബിൾസായിട്ട് ചേർക്കുന്നത് കേട്ടോ. ഒരു ചെറിയ ക്യാരറ്റും ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് കഴുകി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു. ഒരു മീഡിയം സൈസിലുള്ള സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങളും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഒന്ന് ചതച്ചാണ് ചേർക്കുന്നത് കേട്ടോ. വെളുത്തുള്ളിയുടെ സൈസ് ഇച്ചിരി വലുതായിരുന്നത് കൊണ്ടാണ് ഒരല്ലി എടുത്തത് കേട്ടോ. സാധാരണ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസിലുള്ളൊരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ട് രണ്ടും കൂടി നല്ലപോലെ ചതച്ചെടുക്കാം. പച്ചമുളക് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുട്ടികൾക്കും കൂടെ ആയതുകൊണ്ട് ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡിയായി നമുക്ക് എഗ് റൈസ് ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചു, അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഫ്രൈഡ് റൈസിനൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ആദ്യം ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് വാടിയാൽ മതി കേട്ടോ. ഒരുപാട് നിറമൊന്നും മാറണ്ട. ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇടാം. ക്യാരറ്റും ക്യാപ്സിക്കും. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒത്തിരി ഇതിൻ്റെ നിറം മാറി ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒരു പകുതി വേവായാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചോറിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാവുമ്പോഴേക്കും നമുക്ക് മുട്ട ഒന്ന് അടിച്ച് വെക്കാം ഉപ്പൊക്കെ ചേർത്ത്. അപ്പോൾ ഞാനിന്ന് ഇതിനകത്തേക്കൊരു 3 മുട്ടയാണ് ചേർക്കുന്നത് കേട്ടോ. മുട്ടയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. റൈസിൻ്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ചും മുട്ടയുടെ അളവ് കുറയ്ക്കാം. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിൽ പെപ്പർ പൗഡർ ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് മുട്ട റെഡിയാക്കി അടിച്ച് വയ്ക്കാം. ഇടയ്ക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. കണ്ട നിറം ഒന്നും മാറിയിട്ടില്ല. പകുതി വെന്തു. ഇത്രയും മതി. ഓക്കെ, ഹൈ ഫ്ലെയിമിൽ തന്നെ, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത്. ഓക്കെ, നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ജീരകം പൊടിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ സൈസിലുള്ളൊരു ചിക്കൻ ക്യൂബാണ്. കുറച്ചും കൂടി വലുതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതിയൊക്കെ ഇട്ടാലും മതി. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. ഒരു നല്ല ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ. നമ്മൾ ഈ മന്തി റൈസൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. പക്ഷേ ഇത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ഒരു പ്രശ്നമില്ല. അതിന് പകരം ഒരല്പം ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനും ഇത് എപ്പോഴും ഒന്നും ഈ ഒരു ചിക്കൻ ക്യൂബ് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ലഞ്ചിനൊക്കെ കൊടുത്തു വിടുമ്പം സാധാ പോലെ ഗരം മസാലയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പം വല്ലപ്പോഴും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ചിക്കൻ ക്യൂബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മുട്ടയൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ പച്ചക്കറി ഒരു പാൻ്റെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് മുട്ട ഒഴിച്ചു. മുട്ട വേണമെങ്കിൽ ആദ്യം തന്നെ ചിക്കി മാറ്റി വെച്ചതിന് ശേഷം ലാസ്റ്റ് ഈ പച്ചക്കറിയുടെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഒക്കെ ഇഷ്ടം പോലെ.
അപ്പോൾ മുട്ട ഇതുപോലെ ചിക്കി എടുത്തതിന് ശേഷം പച്ചക്കറിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. കുറച്ചൊന്ന് അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് പാത്രം അല്ല കേട്ടോ. പല വീഡിയോസിലും പലരും ചോദിച്ചിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തത് കൊണ്ടാണ് ഇത് ഇതുപോലെ ചെറുതായിട്ടൊക്കെ അടിയിൽ പിടിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, ലാസ്റ്റ് നമ്മൾ ചോറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും അതിങ്ങനെ പതുക്കെ ഇളകി പോരും കേട്ടോ, കരിയത്തൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചോറ് തലേദിവസം തന്നെ വേവിച്ച് വെച്ചിരുന്നതായതുകൊണ്ട്, കുറച്ച് തണുത്ത ചോറായതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകത്തില്ല. അപ്പം ഏറ്റവും നല്ലത് ചോറ് തലേദിവസം വേവിച്ച് വെക്കുന്നതാണേ. ആ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചിക്കൻ ക്യൂബും ചേർക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ഒരു റൈസിനുണ്ട് കേട്ടോ. അത് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ചിക്കൻ ക്യൂബ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഗരം മസാല അതിന് പകരം ഇടാം. പക്ഷേ ചെറിയ ജീരകം പൊടിച്ചത് ഉറപ്പായിട്ടും ചേർക്കണേ, അത് ഒഴിവാക്കരുത്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് റൈസ്. ഇതിൻ്റെ കൂടെ ഇന്നിപ്പം സാലഡും പപ്പടം മാത്രമേ ഉള്ളൂ. പക്ഷേ ചില്ലി ചിക്കനോ ചിക്കൻ റോസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിക്കൻ ക്യൂബ് ചേർത്തോ അല്ലാതെയോ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇനി ഇതേ രീതിയിൽ തന്നെ വെജിറ്റബിൾസ് മാത്രം ചേർത്ത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിട്ട് ഉണ്ടാക്കാം. ചിക്കനും കൂടെ ചേർത്ത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിട്ട് വേണമെങ്കിലും റെഡിയാക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഇന്നിപ്പോൾ ഈ ഒരു റൈസ് തന്നെയാണ് ഞാൻ മോനും സ്കൂളിൽ കൊടുത്തു വിട്ടത്. എൻ്റെ കൂടെ ജസ്റ്റ് കുറച്ച് തൈരോ സാലഡോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.